കൊടുത്തൊരു ഉറപ്പ്. അത് ഓർക്കണം, വാർദ്ധക്യത്തിലാണ് താന്റെ കഴിവെല്ലാം ക്ഷയിച്ചു പോയപ്പോ അവിടെ നിന്നാണ് ഉയർത്തിയത്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഇനി എനിക്ക് എന്ത് ജീവിക്കാൻ, ചില വാർദ്ധക്യത്തിൽ എത്തിയ മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടാവും, ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാവും, എന്റെ ജീവിതമൊക്കെ എന്ന് തീർന്നു, ഇനിയൊന്ന് അങ്ങ് മേളോട്ട് എടുത്താൽ മതി എന്നൊക്കെയുള്ള ചിന്തയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. ഇല്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. കർത്താവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് കൂടി ഇരിക്കും. അതൊരു പുതിയൊരു തുടക്കമാവും. ഇന്നും ചിലത് ദൈവപ്രവൃത്തി ചെയ്യാനുണ്ട്. പഠനയിടത്തിലായിരിക്കും, നമ്മുടെ കാര്യങ്ങളിൽ, നമ്മുടെ വീട്ടിലായിരിക്കാം, അധ്വാന മേഖലയിൽ. ദൈവമാണ് അത് ഏൽപ്പിച്ചതെന്ന് ഓർക്കുക. എനിക്ക് പഠിക്കാനായിട്ട് സാധ്യത തന്നു. ആര് തന്നു? ദൈവം തന്നു. എന്റെ മാതാപിതാക്കൾ അയച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എനിക്കൊരു ജോലി മേഖല തന്നു, എന്നെ അതിലാക്കി വെച്ചിരിക്കുന്നു. ഈ സമൂഹത്തിന് അത് ആവശ്യമാണ്, അതുകൊണ്ടാണ് എന്നെ അയച്ചത്. അതെനിക്ക് ദൈവം തന്ന ദൗത്യമാണ്. ഇതിന് ശക്തി ആര് തരുന്നു? ഇതെങ്ങനെ ചെയ്യാൻ കഴിയും? കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടിയിരിക്കും. ബുദ്ധിയും പഠിക്കാൻ എനിക്ക് എങ്ങനെ ഈ വിഷയം പഠിക്കാൻ കഴിയും? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക, അവൻ നിങ്ങളോട് കൂടിയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.